ഇടതുമുന്നണിയിൽ ഉൾപ്പെടെ ഭിന്നതയ്ക്ക് വഴിമരുന്നിട്ടുകൊണ്ടാണ് PM ശ്രീയിൽ ചേരാനുള്ള സർക്കാർ തീരുമാനം വരുന്നത്. എന്താണ് PM ശ്രീ പദ്ധതി, എന്തൊക്കെയാണ് പ്രത്യേകതകൾ, എങ്ങനെയാണ് നടപ്പാക്കുന്നതെന്ന് നമുക്ക് വിശദമായി തന്നെ നോക്കാം. ആദ്യം എന്താണ് ഈ പദ്ധതി എന്ന് നോക്കിയാൽ, പ്രധാനമന്ത്രി സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ, അതാണ് PM ശ്രീ എന്നതിന്റെ മുഴുവൻ രൂപം. സ്കൂളുകളുടെ വിദ്യാഭ്യാസ നയത്തിൽ മാറ്റം വരുത്തിക്കൊണ്ട് മോദി സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയാണ് ഈ PM ശ്രീ പദ്ധതി, അഥവാ പ്രധാനമന്ത്രി സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ എന്ന പ്രധാനപ്പെട്ട പദ്ധതിയായി വരുന്നത്. രാജ്യത്തെ സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് മുൻതൂക്കം നൽകുന്നതാണ് ഈ പദ്ധതി. പദ്ധതി പ്രഖ്യാപിച്ചത് 2022 സെപ്റ്റംബർ 7-നാണ്. ഈ പ്രതിവർഷം ശരാശരി 1 കോടി വീതം 5 വർഷം സ്കൂളുകൾക്ക് ഫണ്ട് ലഭിക്കുമെന്നതാണ് ഈ PM ശ്രീ പദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. നോക്കൂ, 2022 പ്രഖ്യാപിച്ച പദ്ധതിയാണ് ഈ PM ശ്രീ പദ്ധതി എന്ന് പറയുന്നത്. ഇനി ഇതിൽ ആരൊക്കെയായിരിക്കും, ഏതൊക്കെ സ്കൂളുകളായിരിക്കും ഇതിന്റെ ഗുണഭോക്താക്കൾ എന്ന് ചോദിച്ചാൽ, രാജ്യത്തുടനീളമായി ഏതാണ്ട് 14,500 സർക്കാർ സ്കൂളുകളെയാണ് മാതൃകാ സ്ഥാപനങ്ങളാക്കി ഉയർത്തുമെന്നതാണ് PM ശ്രീ പദ്ധതിയിൽ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചത്. കേന്ദ്രീയ വിദ്യാലയങ്ങൾ, നവോദയ വിദ്യാലയങ്ങൾ, ഒപ്പം സംസ്ഥാന സർക്കാർ സ്കൂളുകൾ, ഇതൊക്കെ തന്നെയും PM ശ്രീ പദ്ധതിയിൽ ഉൾപ്പെടും. 5 വർഷത്തേക്ക് 27,360 കോടി രൂപയുടെ പദ്ധതി ചെലവുകൾ പ്രഖ്യാപിച്ചു. നോക്കൂ, 27,360 കോടിയുടെ വലിയ ഒരു പദ്ധതിയായിട്ടാണ് PM ശ്രീ പദ്ധതി 2022 വിഭാവനം ചെയ്ത് അവതരിപ്പിച്ചത്. എന്തൊക്കെയാണ് തെരഞ്ഞെടുക്കപ്പെട്ട ഈ സ്കൂളുകളിൽ നടപ്പാക്കുന്നത് എന്നുകൂടി നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. സ്കൂളുകളുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പദ്ധതി എന്നാണ് PM ശ്രീ പദ്ധതിയെ വിശേഷിപ്പിച്ചിരുന്നത്. പ്രത്യേകിച്ച് കായിക മേഖലയിൽ, കലാരംഗത്ത്, സയൻസ് വിഷയങ്ങളിലൊക്കെ തന്നെ, ശാസ്ത്ര വിഷയങ്ങളിലൊക്കെ തന്നെ പ്രത്യേക ശ്രദ്ധ കൊടുക്കുന്നതാണ് ഈ പദ്ധതി. പദ്ധതിയിൽ ഉൾപ്പെടുത്തുന്ന സ്കൂളുകളിൽ സമഗ്ര വികസനം ഈ മേഖലകളിലൊക്കെ തന്നെ നടപ്പാക്കും. പ്രത്യേകിച്ച് കായിക രംഗത്ത് മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഒരുക്കുന്നതിനൊക്കെ തന്നെ ഈ പദ്ധതിയിൽ വിഭാവനം ചെയ്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ശിശു സൗഹൃദമായ ഫർണിച്ചറുകൾ, ഔട്ട്ഡോർ കളി സാമഗ്രികൾ തുടങ്ങിയ സൗകര്യങ്ങളൊക്കെ തന്നെ ഏർപ്പെടുത്തും. അതായത് കായിക രംഗത്ത് എന്തൊക്കെ സൗകര്യങ്ങളാണോ വേണ്ടത് അതൊക്കെ ഒരുക്കും എന്നതാണ് ഈ പദ്ധതി വിഭാവനം ചെയ്യുമ്പോൾ കേന്ദ്ര സർക്കാർ പറഞ്ഞത്. ഒപ്പം ശാസ്ത്ര മേഖലയിൽ നൈപുണ്യം വളർത്തിയെടുക്കുന്നതിന് വേണ്ടി സയൻസ് സർക്കിൾ, ഗണിത സർക്കിൾ തുടങ്ങി വ്യത്യസ്തമായ സോണുകൾ തന്നെ രൂപീകരിക്കും എന്നതാണ് ഇതിന്റെ ഒരു പ്രത്യേകതയായി അവതരിപ്പിച്ചത്. മറ്റൊന്ന്, കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യം കൂടി PM ശ്രീ പദ്ധതിയിൽ ഉണ്ടായിരുന്നു. ഹരിത വിദ്യാലയങ്ങളാക്കി മാറ്റിയെടുക്കുന്നതിന് വേണ്ടി കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള പഠന രീതികളാണ് ഉണ്ടാക്കിയിരുന്നത്. ഒപ്പം പരിസ്ഥിതി സംരക്ഷണം, ജലസംരക്ഷണം തുടങ്ങിയ പ്രാഥമികമായ കാര്യങ്ങൾ കൂടി പഠിപ്പിക്കുമെന്നതാണ് ഉദ്ദേശിച്ചത്. ഈ ചലഞ്ച് മോഡ് എങ്ങനെയാണ് ഈ സ്കൂളുകളെ പദ്ധതിയിലേക്ക് തെരഞ്ഞെടുക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ചലഞ്ച് മോഡ് വഴിയാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. മിനിമം ചില മാനദണ്ഡങ്ങൾ പാലിക്കുന്ന സ്കൂളുകൾക്ക് ഓൺലൈനായി അപേക്ഷിക്കാമെന്നതാണ്. കേടുപാടുകളില്ലാത്ത സ്കൂൾ കെട്ടിടം പ്രധാനമായുള്ള ഒരു മാനദണ്ഡമാണ്. തടസ്സങ്ങളില്ലാത്ത പ്രവേശന റാമ്പുകൾ വേണം. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും കുറഞ്ഞ 1 ടോയ്ലറ്റ് വീതമെങ്കിലും വേണം എന്നതാണ് മിനിമം മാനദണ്ഡം. ഒന്നുകൂടി നമുക്ക് നോക്കിയാൽ, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും 1 ടോയ്ലറ്റെങ്കിലും വേണം. തടസ്സങ്ങളില്ലാത്ത പ്രവേശന റാമ്പുകൾ വേണം. കേടുപാടുകളില്ലാത്ത സ്കൂൾ കെട്ടിടം വേണം തുടങ്ങിയ ആവശ്യങ്ങൾ അല്ലെങ്കിൽ മാനദണ്ഡങ്ങളാണ് ഇതിൽ ഉയർത്തിയിരുന്നത്. ഇതൊക്കെ നോക്കി സ്കൂളുകളുടെ സ്കോർ വിലയിരുത്തും. നഗരപ്രദേശങ്ങളിലെ സ്കൂളുകൾ കുറഞ്ഞത് 70% സ്കോർ നേടണം. ഗ്രാമീണ മേഖലയിൽ 60% മതി എന്നതാണ് സ്കോർ നിലവാരത്തെക്കുറിച്ച് പറഞ്ഞിരുന്നത്. ഏറ്റവും കൂടുതൽ PM ശ്രീ സ്കൂളുകളുള്ളത് എവിടെയാണെന്ന് നോക്കിയാൽ നമുക്ക് കാണാം, ഉത്തർപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ PM ശ്രീ സ്കൂളുകളുള്ളത്. 1865 സ്കൂളുകൾ PM ശ്രീ പദ്ധതിയിൽ ചേർന്നു. BJP ഇതര സംസ്ഥാനങ്ങൾ ഈ പദ്ധതിയെ കാര്യമായി തന്നെ എതിർത്തു. പദ്ധതി പ്രഖ്യാപിച്ചപ്പോൾ ആദ്യം എതിർത്തത് ദില്ലിയും പഞ്ചാബുമാണ്. ഈ സംസ്ഥാനങ്ങളിൽ പ്രത്യേകം പദ്ധതി നിലവിലുണ്ട് എന്നതുകൊണ്ട് തന്നെയാണ് അവർ അത്തരത്തിൽ എതിർപ്പ് ഉന്നയിച്ചത്. പിന്നീട് പഞ്ചാബ് ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു, പക്ഷേ അവർ നടപ്പാക്കിയില്ല. കേരളം, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ, ഒഡീഷ സംസ്ഥാനങ്ങൾ ഇതുവരെ ഒപ്പുവെച്ചിട്ടില്ല. എന്നാൽ ഇപ്പോൾ കേരളം ഒപ്പുവെക്കാൻ തയ്യാറാണ് എന്നറിയിക്കുകയാണ്. അപ്പോഴും തമിഴ്നാടും പശ്ചിമ ബംഗാളും ഒഡീഷയും ശക്തമായ എതിർപ്പുമായുണ്ട്. ഒഡീഷയും ഉടൻ തന്നെ ഒപ്പുവെക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, PM ശ്രീ പദ്ധതി നടപ്പാക്കാതെ എതിർത്ത സംസ്ഥാനങ്ങളുടെ ഫണ്ട് തടയുകയാണ് ഉണ്ടായത്. അതിൽ കേന്ദ്രം PM ശ്രീ ചൊല്ലിയുള്ള ഈ തർക്കത്തിലൊക്കെ തന്നെയും കേരളത്തിന്റെ സ്കൂൾ വിദ്യാഭ്യാസ ഫണ്ട് പോലും മുടക്കി വലിയ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു. സമഗ്ര ശിക്ഷ കേരളം വഴി നടപ്പാക്കുന്ന 1,500 കോടിയുടെ കേന്ദ്ര വിഹിതം 2 വർഷമായി കേന്ദ്രം തടഞ്ഞു വെച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും അതുതന്നെയാണ്. കേന്ദ്ര സർക്കാർ ഈ പദ്ധതി എതിർത്തത് കൊണ്ട് തന്നെ 1,500 കോടിയുടെ ഫണ്ടാണ്
തടഞ്ഞത്. കേരളത്തിന് കിട്ടാനുള്ള അത്ര വലിയ തുകയാണ്. SSKയിലെ 6000-ലേറെ ജീവനക്കാരുടെ ശമ്പളം പോലും പ്രതിസന്ധിയിലാകുന്ന നിലയിലേക്ക് കാര്യങ്ങളെത്തി. അതാണ് PM ശ്രീ പദ്ധതിയുടെ ഒരു ചുരുക്കരൂപം നമുക്ക് വിവരിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി PM ശ്രീ പദ്ധതി നടപ്പാക്കാം, അതിൽ ഒപ്പുവെക്കാം എന്ന് കേരളം പറഞ്ഞിട്ടുണ്ട്. എന്നാലും ചില ആശങ്കകൾ ബാക്കിയാവുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്ക എന്ന് പറയുന്നത് ദേശീയ വിദ്യാഭ്യാസ നയം അടിച്ചേൽപ്പിക്കുമെന്നതാണ്. PM ശ്രീയിലൂടെ കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾ അടിച്ചേൽപ്പിക്കുമെന്ന ആരോപണമാണ് പ്രധാനമായും ഉയർത്തുന്നത്. മറ്റൊന്ന്, വിദ്യാഭ്യാസ മേഖലയിലെ കേന്ദ്ര ഇടപെടൽ, അത് സംബന്ധിച്ച് തന്നെ വലിയ പരാതികൾ ഉണ്ട്. സംസ്ഥാനങ്ങളുടെ അധികാരത്തെ, പ്രത്യേകിച്ച് പാഠ്യപദ്ധതി രൂപീകരിക്കാനുള്ള അധികാരത്തെയൊക്കെ കവരുമെന്നൊരു ആശങ്കയാണ് പ്രധാനമായത്. പാഠ്യപദ്ധതിയിൽ തീരുമാനമെടുക്കാനുള്ള അധികാരം കേന്ദ്രത്തിന് കിട്ടിയാൽ പ്രധാനമായും ഹിന്ദുത്വ ആശയങ്ങൾ പ്രചരിപ്പിക്കുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്കയായി ഉയർത്തിക്കാണിക്കുന്നത്. സംസ്ഥാനങ്ങളുടെ അധികാരവും നയരൂപീകരണവും നഷ്ടമാകും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ആശങ്ക. തെരഞ്ഞെടുക്കുന്ന സ്കൂളുകൾ PM ശ്രീ എന്ന പേര് മാറ്റുകയും വേണം. ഇത്രയധികം തുക കേന്ദ്ര സർക്കാർ ചെലവഴിക്കുന്നത് കൊണ്ട് തന്നെ ഈ പദ്ധതിയിൽ ഒപ്പിട്ടാൽ സ്കൂളുകൾ PM ശ്രീ എന്ന പേര് മാറ്റണം. പ്രധാനമന്ത്രിയുടെ പേരും ചിത്രവും വെക്കുകയും വേണം. ഇത് കേന്ദ്ര സർക്കാരിന്റെ ഒരു പ്രചാരണമായി മാറും എന്ന ആശങ്കയാണ് ഇതിനെ എതിർക്കുന്നവർ മുന്നോട്ട് വെക്കുന്നത്.